എൻ്റെ പേര് കാവ്യ, വീട് വെങ്ങിനിശ്ശേരി. ഞാൻ 2023 സെപ്റ്റംബറിൽ താമസിച്ച് ധ്യാനം കൂടിയിരുന്നു. ആദ്യത്തെ ദിവസത്തെ ആരാധനയിൽ തന്നെ ഇടയ്ക്കിടെ തലചുറ്റുന്ന ഒരാൾക്ക് സൗഖ്യം ലഭിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടിട്ട് എനിക്ക് തലചുറ്റിലാണ്. എയർ ടൈറ്റുള്ള സ്ഥലം, ദുഃഖ വെള്ളിയാഴ്ച, നേരത്തെ ഉറക്കത്തിൽ നീന്നേക്കണ ദിവസം, അങ്ങനെയൊക്കെ ഞാൻ തലചുറ്റി വീഴുമായിരുന്നു. ധ്യാനത്തിന് ശേഷം ഇതുവരെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. എനിക്ക് 4 മക്കളാണ്. നല്ലൊരു കയ്യടി കൊടുത്ത് 2023 നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. 2023 ധ്യാനത്തിൽ പങ്കെടുത്തത്. എനിക്കൊരു പഴയ ധ്യാന ഹാളായിരുന്നോ? പഴയ ധ്യാന ഹാളിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ ആദ്യത്തെ ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ താമസമുള്ള ധ്യാനത്തിൻ്റെ ആദ്യത്തെ ആരാധനയിൽ ഒരുപാട് അത്ഭുതം നടക്കുന്ന ശുശ്രൂഷയായിരിക്കും. അപ്പോൾ അതിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ തലകറക്കം വരുന്ന അത് അന്ന് 1ാം ക്ലാസ് മുതലുള്ള രോഗമാണ്. അപ്പോൾ ഇത് സൗഖ്യം കിട്ടുന്ന സമയത്ത് എനിക്ക് എത്ര വയസ്സായി? ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 35 വയസ്സ്. ആണോ? അപ്പോൾ 33 വർഷത്തോളം അല്ലേ, എത്രയോ കാലം, കുറേ അല്ലെങ്കിൽ ഏകദേശം ഒരു 28 വർഷത്തോളം അനുഭവിച്ചൊരു പീഡയാണ് 1ാം ക്ലാസ് മുതലുള്ള പീഡ മാറിപ്പോയി. എനിക്ക് 4 മക്കളാണ്. അതിൽ 2 പേര് പാമ്പിനെ ചവിട്ടാതെയും കടിയേൽക്കാതെയും രക്ഷപ്പെടുത്തി. അവരെല്ലാവരും വെന്തിങ്ങ ധരിച്ചിരുന്നു. ചെറിയ കുട്ടികളാണ്, അവർക്ക് പാമ്പാന്ന് പോലും പറയാനുള്ള ഒരു ഇതില്ല. പിന്നത്തെ സാക്ഷ്യം, എൻ്റെ മകൻ വോൺ കിടക്കയിൽ പതിവായി മൂത്രമൊഴിച്ചിരുന്നു. അവനിപ്പോൾ 9 വയസ്സാണ്. അവന് 5 വയസ്സ് വരെ അവൻ പതിവായിരുന്നു. തൈക്കാട്ടുശ്ശേരിയിൽ നടന്ന ധ്യാനത്തിൽ ഒരു കൊച്ചിൻ്റെ ഈ പീഡ മാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ആ ശീലം മാറി. തൈക്കാട്ടുശ്ശേരിക്ക് എന്ന് ധ്യാനം നടത്തിയതെന്നറിയോ? 2-3 വർഷമായി ധ്യാനം നടത്തിയിട്ട്, മനസ്സിലായോ? എന്നിട്ട് അന്ന് മാറിയിട്ടത് ഇപ്പോഴാണ് സാക്ഷ്യം പറയുന്നത്. പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. ആ പീഡ അറിയാതെ ഇങ്ങനെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ. നല്ലൊരു കയ്യടി കൊടുത്ത് നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കുക. മഹത്വം കൊടുത്തോളാം. അതുപോലെ അവൻ്റെ പഠന മേഖലയിലും അവൻ നന്നായി മികവ് പുലർത്താൻ കഴിഞ്ഞു തുടങ്ങി. പിന്നെ എൻ്റെ പപ്പ നടത്തിയിരുന്ന ഒരു വർക്ക്ഷോപ്പ് ഭംഗിയായി അവസാനിപ്പിക്കാനും പുതിയൊരു സംരംഭം തുടങ്ങാനും സാധിച്ചു. അതിന് വേണ്ട മെസ്സേജുകൾ ഓരോന്നും അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ അമ്മാമ്മയ്ക്ക് വയറ് സംബന്ധമായ ഒരു അസുഖത്താൽ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന് അഡ്മിറ്റായതാണ്. അവിടെ അഡ്മിറ്റായത് ഒരു ശനിയാഴ്ചയാണ്. ആ അന്നത്തെ ഏകദിന ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ലില്ലിയെ സുഖപ്പെടുത്തുന്നു എന്ന്. അതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞു, അമ്മാമ്മയല്ലേ, വയസ്സായതല്ലേ, നമുക്ക് ഓപ്പറേഷൻ വേണ്ട, മരുന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം, അങ്ങനെ പറഞ്ഞ് അത് രക്ഷപ്പെട്ടു. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യമായിട്ട് ഇത്രയും ചെറുതും വലുതുമായ നല്ലൊരു കയ്യടി കൊടുത്ത്. അപ്പോൾ അമ്മാമിക്ക് ഇങ്ങനെ ഉദര സംബന്ധമായ രോഗമായിരുന്നു അല്ലേ? അതിന് ഓപ്പറേഷൻ പറഞ്ഞ് ശനിയാഴ്ച ഓപ്പറേഷനൊക്കെ പോയി അവിടെ അഡ്മിറ്റായി കിടക്കുന്ന സമയത്താണ് വൺ ഡേ കൺവെൻഷനിൽ ലില്ലിയെ അനുഗ്രഹിക്കുന്നത് പറഞ്ഞു. പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു ഓപ്പറേഷനൊന്നും വേണ്ട, നമുക്ക് മരുന്ന് നോക്കാമെന്ന് പറഞ്ഞ് അത് പിന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ സാക്ഷി പറയണേ. പ്രൈസലോ കേട്ടോ. ഓക്കെ.